السلام عليكم ورحمة الله تعالى وبركاته. الحمد لله نحمده ونستعينه ونستغفره ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا. من يهده الله فلا مضل له ومن يضلله فلا هادي له. وأشهد أن لا إله إلا الله وحده لا شريك له. وأشهد أن محمدا عبده ورسوله أرسله بالحق بشيرا ونذيرا وداعيا إلى الله بإذنه وسراجا منيرا. أما بعد، فأعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. فبما رحمة من الله لنت لهم ولو كنت فظا غليظ القلب لانفضوا من حولك فاعف عنه واستغفر له وشاورهم في الأمر فإذا عزمت وتوكل على الله إن الله يحب المتوكلين. അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ മുഴുവൻ പാപങ്ങളും പുറത്തു നിന്ന് അനുഗ്രഹിക്കുമാറാകട്ടെ. ബാക്കിയുള്ള ജീവിതം അള്ളാഹുവിനെ തൃപ്തിപ്പെടുത്തി ജീവിക്കുവാനും മരണപ്പെടുമ്പോൾ പരിശുദ്ധ കലിമ ചൊല്ലി മരണപ്പെടുവാനും അള്ളാഹു തൗഫീഖ് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. ബഹുമാനമുള്ള മുഅ്മിനീങ്ങളെ, സഹോദരന്മാരെ, നമ്മുടെ നബി റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾക്ക് അല്ലാഹു തആല ധാരാളം അനുഗ്രഹങ്ങൾ നൽകി ദുനിയാവിലേക്ക് അയച്ചു. മറ്റ് നബിമാർക്ക് നൽകാത്ത പ്രത്യേകമായ പല അനുഗ്രഹങ്ങളും ഹബീബായ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അല്ലാഹു നൽകി. തങ്ങൾക്ക് നൽകിയ അനുഗ്രഹങ്ങളിൽ ഏറ്റവും ശ്രേഷ്ഠമായ ഉന്നതമായ ഒരു അനുഗ്രഹമാണ് തങ്ങളുടെ ഉന്നതമായ സ്വഭാവം. അതുകൊണ്ട് തന്നെയാണ് ഉലമാക്കൾ എഴുതിയിട്ടുണ്ട്, നാളെ സ്വർഗത്തിൽ അല്ലാഹു തആല ഒരു സ്വർഗവാസിക്ക് നൽകുന്ന അനുഗ്രഹങ്ങളിൽ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സൗന്ദര്യവും ദാവൂദ് നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ സുന്ദരമായ ശബ്ദവും ആദം നബി അലൈഹി സ്വലാത്തു വസ്സലാമിൻ്റെ ശരീര വലിപ്പവും ഇതെല്ലാം നൽകുമ്പോൾ സ്വർഗവാസിക്ക് നൽകുന്ന സ്വഭാവം, സ്വർഗവാസിയുടെ അഖ്ലാഖ്, അത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഉയർന്ന അഖ്ലാഖാണ്. കാരണം ഏറ്റവും ഉയർന്ന സ്വഭാവത്തിൻ്റെ ഉടമ ഹബീബായ തങ്ങളാണ്. തങ്ങളുടെ സ്വഭാവത്തിൽ ഏറ്റവും ഉന്നതമായൊരു സ്വഭാവം അല്ലാഹു തആല പരിശുദ്ധ ഖുർആനിൽ കൂടി നമ്മെ പരിചയപ്പെടുത്തുന്നു. അതിലൂടെ നമ്മെ ഉണർത്തുകയാണ്. ആ നബിയുടെ ഉന്നതമായ ഗുണം, ഉയർന്ന സ്വഭാവം ഈ ഉമ്മത്തിൽപ്പെട്ട നാം ഓരോരുത്തരും ഉണ്ടാക്കാൻ വേണ്ടി അല്ലാഹു ഉണർത്തുകയാണ്. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫളൻ ഗലീദൽ ഖൽബി ലൻഫളു മിൻ ഹൗലിക. നബി, താങ്കൾക്ക് അല്ലാഹു നൽകിയ വലിയ അനുഗ്രഹമാണ്, അല്ലാഹുവിൻ്റെ വലിയ കാരുണ്യമാണ്. താങ്കൾ അല്ലാഹു തആല മയമായ പ്രകൃതിക്കാരനാക്കി, സൗമ്യ സ്വഭാവത്തിൻ്റെ ഉടമയാക്കി. വലൗ കുൻത ഫളൻ ഗലീദൽ ഖൽബ് ലൻഫളു മിൻ ഹൗലിക. അഥവാ താങ്കൾ എങ്ങാനും പരുക്ക സ്വഭാവത്തിൻ്റെ ഉടമയും കടുത്ത ഹൃദയത്തിൻ്റെ ഉടമയും ആയിരുന്നുവെങ്കിൽ ലൻഫളു മിൻ ഹൗലിക, ആരും താങ്കളുമായി അടുക്കുകയില്ലായിരുന്നു. താങ്കളുമായി അടുത്തവർ താങ്കളെ വിട്ടിട്ട് പോകുമായിരുന്നു. അല്ലാഹു തആല തങ്ങൾക്ക് നൽകിയ ഉയർന്ന സ്വഭാവം, മയമായ പ്രകൃതി, കടുത്ത സ്വഭാവമില്ലാത്ത മയമായ പ്രകൃതി, ഇത് അല്ലാഹു താങ്കൾക്ക് നൽകിയ വലിയ അനുഗ്രഹമായി അറിയിക്കുകയാണ്. ഇങ്ങോട്ട് മയമായി പെരുമാറുന്നവരോട് അങ്ങോട്ട് തിരിച്ച് മയമായി പെരുമാറൽ എളുപ്പമാണ്.
ഇങ്ങോട്ട് നല്ല സ്വഭാവം കാണിക്കുന്നവരോട് തിരിച്ച് നല്ല സ്വഭാവം കാണിക്കൽ എളുപ്പമാണ്. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം അത് ഏറ്റവും ഉന്നതമാണ് എന്നതിൻ്റെ തെളിവ്. ഇങ്ങോട്ട് മോശമായി പെരുമാറിയവരോട് അങ്ങോട്ട് മയമായി തങ്ങൾ പെരുമാറും. ഒരാളുടെ ജീവിതത്തിൽ മയമായ പ്രകൃതിയുണ്ട്, അവൻ കടുത്ത സ്വഭാവക്കാരനല്ലെന്ന് തെളിയിക്കേണ്ടത് ഇങ്ങോട്ട് മോശമായി കടുത്ത പ്രകൃതിയിൽ പെരുമാറുമ്പോൾ തിരിച്ചങ്ങോട്ട് മയമായി പെരുമാറില്ല. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ജീവിതത്തിൽ ധാരാളം സംഭവങ്ങൾ കാണാൻ സാധിക്കും. വമ്മാദ് എന്ന് പറയുന്നൊരു മനുഷ്യൻ, അദ്ദേഹം ആ കാലഘട്ടത്തിലെ വലിയൊരു ചികിത്സകനായിരുന്നു. ഭ്രാന്തും മറ്റും രോഗികളെ ചികിത്സിക്കുന്ന അറിയപ്പെട്ടത് ഒരു വൈദ്യനായിരുന്നു. മക്കയിൽ വന്നപ്പോൾ മുശ്രിക്കീങ്ങൾ പറഞ്ഞു, ഞങ്ങളുടെ നാട്ടിലൊരു പുതിയ മനുഷ്യൻ വന്നിട്ടുണ്ട്, ഞങ്ങളെപ്പറ്റി പറയാൻ. അദ്ദേഹത്തിന് ഭ്രാന്തി പിടിച്ചിരിക്കുക, അദ്ദേഹത്തിന് ജിന്ന് ബാധിച്ചിരിക്കാൻ, അദ്ദേഹത്തിന് സിഹർ ബാധിച്ചിരിക്കാൻ, ഇങ്ങനെ പലതും നബിയെക്കുറിച്ച് പറഞ്ഞു. അദ്ദേഹം പറഞ്ഞു, എങ്കിൽ ഞാൻ അദ്ദേഹത്തെ ഒന്ന് പോയി കാണട്ടെ. ഞാൻ പലരെയും ചികിത്സിച്ചിട്ടുണ്ട്, എൻ്റെ ചികിത്സയിൽ പലരുടെ രോഗം മാറിയിട്ടുണ്ട്. സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അടുക്കൽ വന്നു. ഞാൻ പറഞ്ഞു, ഞാൻ വമ്മാദാണ്, ഞാൻ വലിയൊരു അറിയപ്പെട്ട വൈദ്യനാണ്, പലരുടെയും ഭ്രാന്ത് എൻ്റെ ചികിത്സയിലൂടെ മാറിയിട്ടുണ്ട്. താങ്കൾക്ക് എന്തോ ബാധിച്ചിട്ടുണ്ട്, താങ്കൾക്ക് ഭ്രാന്ത് പിടിച്ചിട്ടുണ്ട് ജനങ്ങൾ പറയുന്നു. അതുകൊണ്ട് താങ്കളെ ഞാൻ ചികിത്സിക്കട്ടെ, താങ്കളുടെ ബുദ്ധിമുട്ട് മാറും. സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ തങ്ങളെ ദേഷ്യപ്പെടുന്നതിൽ തങ്ങളോട് സംസാരിച്ചപ്പോൾ തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം തിരിച്ച് അങ്ങോട്ട് പറഞ്ഞത് ഹദീസിൽ കാണാം. അതിനൊന്നും ഉത്തരം പറയാതെ ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനു മൻ യഹ്ദിഹില്ലാഹു ഫലാ മുദില്ല ലഹു വമൻ യുദ്ലിൽ ഫലാ ഹാദിയ ലഹു വഅശ്ഹദു അൻ ലാ ഇലാഹ ഇല്ലല്ലാഹു വഹ്ദഹു ലാ ശരീക ലഹു വഅശ്ഹദു അന്ന മുഹമ്മദൻ അബ്ദുഹു വറസൂലുഹു തുടങ്ങുന്ന ഈ വചനങ്ങൾ ആ മനുഷ്യനെ പറഞ്ഞു കേൾപ്പിച്ചു. മനുഷ്യൻ അത്ഭുതപ്പെട്ടു. തങ്ങളുടെ നാവിൽ വരുന്ന ഈ ഉന്നതമായ വാക്കുകൾ. ഇദ്ദേഹം പറഞ്ഞു, ഞാൻ പല പദ്യകാരന്മാരുടെ പദ്യങ്ങൾ കേട്ടിട്ടുണ്ട്, പല സാഹിത്യകാരന്മാരുടെ സാഹിത്യ വാക്കുകൾ കേട്ടിട്ടുണ്ട്, പക്ഷെ ഇത്രയും ഉന്നതമായ വാക്കുകൾ ഞാൻ ഇതുവരെ കേട്ടിട്ടില്ല. തങ്ങൾ ഒന്നുകൂടി അത് ആവർത്തിക്കും. സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറഞ്ഞു, ഇന്നൽ ഹംദലില്ലാഹ് നഹ്മദുഹു വനസ്തഈനു തുടങ്ങുന്ന ഈ വാക്കുകൾ പറഞ്ഞു കേൾപ്പിച്ചു. അദ്ദേഹം പറഞ്ഞു, ഒന്നുകൂടി നിങ്ങൾ പറയും, എന്നെ അത്ഭുതപ്പെടുത്തുന്നു ഈ വാക്കുകൾ. ഹദീസിൽ കാണാം, 3 പ്രാവശ്യം തങ്ങൾ പറഞ്ഞു കഴിഞ്ഞപ്പോൾ ആ മനുഷ്യൻ തങ്ങൾ കൈ കൊടുക്കുകയും ഉടൻ തന്നെ കെലിമ ചൊല്ലി മുസ്ലിമായി തരികയും ചെയ്തു. അപ്പൊ തങ്ങൾക്ക് ദേഷ്യമുണ്ടാകുന്ന രീതിയിൽ തങ്ങളുടെ മുന്നിൽ വന്ന് സംസാരിച്ചപ്പോഴും തങ്ങൾ അല്പം പോലും ദേഷ്യപ്പെടാതെ വളരെ ശാന്തമായി വളരെ മയമായി തങ്ങൾ തിരിച്ചങ്ങോട്ട് പ്രതികരിക്കുകയുണ്ടായി. യഹൂദികൾ ഒരു സംഘം നബി തങ്ങളുടെ വീട്ടിൽ വന്നു. തങ്ങളുടെ അടുക്കൽ വന്നപ്പോൾ ഇസ്ലാമിൻ്റെ അഭിവാദ്യം അസ്സലാമു അലൈക്കും എന്നാണെങ്കിൽ അവർ പതിയെ തങ്ങളുടെ മുന്നിൽ അവർ പറഞ്ഞ വാക്ക് അസ്സാമു അലൈക്കും. താങ്കൾക്ക് അസ്സാം എന്ന് പറഞ്ഞാൽ മരണം, അസ്സലാം എന്ന് പറഞ്ഞാൽ രക്ഷയാണ്. താങ്കൾക്ക് മരണമുണ്ടാകട്ടെ എന്ന അർത്ഥത്തിൽ അവർ നബിയോട് സലാം പറഞ്ഞു. സത്യത്തിൽ സലാമല്ല, അവർ ലാനത്താണ്, തങ്ങളുടെ മേൽ മോശമായ വാക്കുകൾ ഉദ്ധരിച്ചത്. ആയിഷ റളിയല്ലാഹു അൻഹ കേട്ടപ്പോൾ തിരിച്ച് ദേഷ്യപ്പെട്ടു. അലൈക്കുമുസ്സാം വല്ലഅന, നിങ്ങൾക്ക് ശാപമുണ്ടാകട്ടെ, നിങ്ങൾക്ക് മരണമുണ്ടാകട്ടെ. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം, ആയിഷ നീ എന്താണ് കടുപ്പമായി സംസാരിക്കുന്നത്? മയമായ രീതിയെ തിരഞ്ഞെടുക്കും. നബി അവർ പറഞ്ഞത് കേട്ടില്ലേ താങ്കളെക്കുറിച്ച്? അവർ പറഞ്ഞത് അസ്സാമു എന്നാണ്, താങ്കൾക്ക് മരണമുണ്ടാകട്ടെ എന്നാണ്. ഇല്ല ആയിഷ, ഇങ്ങോട്ട് മോശമായി സംസാരിക്കുന്നത് പോലെ തിരിച്ചു പെരുമാറൽ, മോശമായി തിരിച്ച് സംസാരിക്കൽ അത് വലിയ മഹത്വമുള്ള കാര്യമല്ല. മയമായ രീതിയെ തിരഞ്ഞെടുക്കിൻ, അതിലാണ് നന്മയുള്ളത്. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മോശമായി ഇങ്ങോട്ട് സംസാരിക്കുന്നവരോടും നല്ല വാക്കുകളിലൂടെ. മറ്റൊരു റിവായത്തിൽ കാണുന്നു, മക്കയിൽ അറിയപ്പെട്ട ഒരു വൃത്തികെട്ട ഒരു സ്ത്രീ ഉണ്ടായിരുന്നു, വളരെ മോശമായ സ്ത്രീ. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം ഒരു സ്ഥലത്തിരുന്ന് ഭക്ഷണം കഴിക്കുകയായിരുന്നു. അപ്പോൾ ആ സ്ത്രീ അടുത്തുകൂടി കടന്നുപോയി. സ്ത്രീ പറഞ്ഞു, കണ്ടില്ലേ, ഒരു അടിമ കഴിക്കുന്ന പോലെ നിലത്തിരുന്ന് ഭക്ഷണം കഴിക്കുന്നു. നബി ഞങ്ങളെ ആക്ഷേപിച്ചുകൊണ്ട് പറഞ്ഞു. അപ്പോൾ തങ്ങൾ സല്ലല്ലാഹു പറഞ്ഞു, എന്നേക്കാൾ വലിയ അടിമാരാണ്, ഞാൻ അള്ളാഹുവിൻ്റെ അടിമയാണ്. ആ സ്ത്രീ വീണ്ടും പറഞ്ഞു, മനുഷ്യരെ കണ്ടില്ലേ, സ്വന്തമായി കഴിക്കുന്നു, ആരും കഴിപ്പിക്കുന്നില്ല. തങ്ങൾ പറഞ്ഞു, നീ എടുത്ത് കഴിച്ചുകൊള്ളി. സ്ത്രീ പറഞ്ഞു, ഇല്ല, താങ്കൾ എന്നെ കഴിപ്പിക്കണം. താങ്കൾ ഭക്ഷണം എടുത്ത് കൊടുത്തു. പറഞ്ഞില്ല, നിങ്ങൾ
വായിൽ വെച്ച ചവച്ച ഭക്ഷണം എന്നെ കഴിപ്പിക്കണം. തങ്ങളുടെ വിനയം, തങ്ങളുടെ താഴ്മ, താങ്കൾ ആ ഭക്ഷണമെടുത്ത ആ മക്കയിൽ അറിയപ്പെട്ട വൃത്തികെട്ട ആ സ്ത്രീയുടെ വായിൽ വെച്ചു കൊടുത്തു. ചരിത്രത്തിൽ കാണാം, തങ്ങളുടെ ഉമ്മനീരുമായി കലർന്ന ഭക്ഷണം, പരിശുദ്ധമായ ഭക്ഷണം ആ സ്ത്രീയുടെ ശരീരത്തിൽ പ്രവേശിച്ചു. പിന്നെ നാട്ടിൽ ഏറ്റവും സൂക്ഷ്മതയുള്ള തക്കവയുള്ള സ്ത്രീയായി മാറി. അപ്പൊ തങ്ങളോട് ഇങ്ങോട്ട് മോശമായി സംസാരിക്കുമ്പോഴും തിരിച്ച് നല്ല വാക്കുകളിലൂടെ, വളരെ മയമായ വാക്കുകൾ തങ്ങൾ തിരിച്ച് പ്രതികരിക്കും. തങ്ങളുടെ ജീവിതത്തിൽ ധാരാളമായി കാണാം. അല്ലാഹു താങ്കൾക്ക് നൽകിയ ഉന്നതമായ ഗുണമായി ആദ്യം പറഞ്ഞത് താങ്കൾ മയമായ പ്രകൃതിക്കാരനാക്കി, താങ്കളെ സൗമ്യമായ പെരുമാറ്റക്കാരനാക്കി എന്നത് അള്ളാഹു നൽകിയ വലിയ നിഅമത്താണ്, വലിയ കാരുണ്യമാണ്. താങ്കളെങ്ങാനും കടുത്ത പ്രകൃതിക്കാരനായിരുന്നെങ്കിൽ, പരുക്ക സ്വഭാവക്കാരനായിരുന്നുവെങ്കിൽ, കടുത്ത ഹൃദയത്തിന്റെ ഉടമയായിരുന്നെങ്കിൽ ആരും താങ്കളുടെ കൂട്ടത്തിൽ കൂടുകയില്ലായിരുന്നു. എന്നിട്ട് പിന്നെ അത് പറയാം, ഫഅഫു അൻഹും, നബി അവർക്ക് താങ്കൾ മാപ്പ് ചെയ്ത് കൊടുക്കും, വിട്ടുവീഴ്ച ചെയ്ത് കൊടുക്കും. ഫഅഫു അൻഹും, വിട്ടുവീഴ്ച ചെയ്യും. അഫു ഉന്നതമായൊരു സ്വഭാവമാണ്, വിട്ടുവീഴ്ച ചെയ്യും. ഹദീസിൽ വരുന്നുണ്ട്, അബൂ ഹുറൈറ റളിയല്ലാഹു തആല പറയുന്നു, 3 കാര്യങ്ങൾ വളരെ സത്യമായ കാര്യമാണ്. ഒന്നൊരാൾ സദക്ക ചെയ്താൽ അയാളുടെ സമ്പത്തിൽ ഒരു കുറവ് സംഭവിക്കുന്നു, സത്യമാണ്. ഒരാൾ വിട്ടുവീഴ്ച ചെയ്താൽ ഒരിക്കലും അയാളുടെ ഇസ്സത്ത് കുറയുകയില്ല, മറിച്ച് ഇസ്സത്ത് വർദ്ധിക്കുകയും. ഒരാൾ വിനയം കാണിച്ചാൽ തീർച്ചയായും അല്ലാഹു അവനെ ഉയർത്തുന്നതാണ്. അതുകൊണ്ട് വിട്ടുവീഴ്ച മനുഷ്യന് ഇസ്സത്ത് നൽകുകയുള്ളൂ. ഞാൻ വിചാരിക്കാം വിട്ടുവീഴ്ച നമ്മൾ ചെറുതായിട്ടില്ല. വിട്ടുവീഴ്ച ചെയ്യുന്ന മനുഷ്യന് അല്ലാഹു വലിയ ഇസ്സത്ത് നൽകും. അള്ളാഹുവിന്റെ ഉന്നതമായ ഇസ്മാണ് അൽ അഫു, മാപ്പ് നൽകുക, വിട്ടുവീഴ്ച ചെയ്യുക. മുഅ്മിനീങ്ങളെ, മുത്തഖീങ്ങളെ ഗുണമാണ് വൽ കാദിമീനൽ ഗൈബ് വൽ ആഫീന അനിന്നാസ്. കോപത്തെ അതിനെ ഇറക്കുകയും, കൈപ്പുള്ള വസ്തു ഇറക്കുന്ന പോലെ കോപത്തെ കടിച്ചിറക്കുകയും ജനങ്ങൾക്ക് മാപ്പ് ചെയ്യുകയും ചെയ്യുക. അത് മുത്തഖീങ്ങളുടെ ഗുണമാണ്, ഉന്നതമായ പ്രതിഫലം. ഫമൻ അഫാ വഅസ്ലഹ അജ്റുഹു അലല്ലാഹ്. ആര് വിട്ടുവീഴ്ച ചെയ്യുന്നു അവരുടെ പ്രതിഫലം അജ്റുഹു അലല്ലാഹ്, അല്ലാഹു ആണ് അവർക്ക് പ്രതിഫലം നൽകുന്നത്. അത് ആ പ്രതിഫലത്തെ നിശ്ചയിക്കാൻ സാധിക്കില്ല. ഉയർന്ന പ്രതിഫലം അല്ലാഹു തആല നൽകും വിട്ടുവീഴ്ച ചെയ്യുന്നത്. നമ്മൾ ആവശ്യക്കാരാണ് അല്ലാഹുവിന്റെ അഫുവിലേക്ക്. ഇമാം ഇബ്നു ഖയ്യിം റഹ്മത്തുള്ളാഹി തആല പറയുന്നുണ്ട്, ഓരോ മനുഷ്യനും അവൻ്റെയും റബ്ബിൻ്റെയും ഇടയിൽ ധാരാളം രഹസ്യങ്ങളുണ്ട്, ധാരാളം വീഴ്ചകളുണ്ട്, ധാരാളം കുറവുകളുണ്ട്, ധാരാളം തിന്മകളുണ്ട്. അത് അവനും റബ്ബ് മാത്രമേ അറിയുകയുള്ളൂ. അതിനെ പുറത്തു തരാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു, അതിനെ അള്ളാഹു മാപ്പാക്കാൻ ആഗ്രഹിക്കുകയും ചെയ്യുന്നു. അദ്ദേഹം പറഞ്ഞു, അങ്ങനെ അള്ളാഹുവിൻ്റെ അഫുവിനെ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അള്ളാഹുവിൻ്റെ അടിമകൾക്ക് മാപ്പ് ചെയ്തു കൊള്ളട്ടെ. അള്ളാഹുവിൻ്റെ അവൻ്റെ ഇടയിലുള്ള ആ രഹസ്യങ്ങളെ അള്ളാഹു മാപ്പ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ അവൻ അള്ളാഹുവിൻ്റെ അടിമകൾക്ക് അവൻ മാപ്പ് ചെയ്തു കൊള്ളട്ടെ. അവനോട് ആരെങ്കിലും മോശമായി പെരുമാറിയാൽ അവർക്ക് മാപ്പ് ചെയ്തു കൊള്ളട്ടെ. അതുകൊണ്ട് തീർച്ചയാണ് നമുക്കിഷ്ടമില്ലാത്ത വാക്കുകൾ കേൾക്കേണ്ടി വരും, നമുക്കിഷ്ടമില്ലാത്ത പല പെരുമാറ്റങ്ങളും കാണേണ്ടി വരും. മനുഷ്യനെ സൃഷ്ടിക്കപ്പെട്ടത് മണ്ണിൽ നിന്നാണ്. മണ്ണെന്ന് പറഞ്ഞാൽ വ്യത്യസ്തമായ നിറങ്ങളും വ്യത്യസ്തമായ സ്വഭാവങ്ങളുമുണ്ട്. മണ്ണിൽ പല നിറങ്ങൾ കാണാം. വെളുത്ത മണ്ണുണ്ട്, ചുവന്ന മണ്ണുണ്ട്, കറുത്ത മണ്ണുണ്ട്. മണ്ണിന് വ്യത്യസ്തമായ സ്വഭാവങ്ങളാണ്. ഇതുപോലെ മണ്ണിന് സൃഷ്ടിക്കപ്പെട്ട മനുഷ്യർ വ്യത്യസ്ത സ്വഭാവത്തിലുടമകളാണ്. ചിലർ പെട്ടെന്ന് ദേഷ്യപ്പെടുന്നവരാണ്, ചിലർ കടുത്ത് സംസാരിക്കുന്നവരാണ്. ഇങ്ങനെ പല പല പെരുമാറ്റങ്ങളുള്ളവരാണ് മനുഷ്യർ. അതുകൊണ്ട് നമ്മുടെ കയ്യിൽ ഉണ്ടാകേണ്ട ഉയർന്ന ടൂൾസാണ്, ഒരായുധമാണ്. ഇങ്ങോട്ട് എങ്ങനെ മോശമായി പെരുമാറിയാലും അതിനെ മാപ്പ് ചെയ്യുന്നവരാണ്. ഓരോ ദിവസവും രാവിലെ വീട്ടിൽ നിന്ന് വെളിയിലേക്ക് ഇറങ്ങുമ്പോൾ നമ്മുടെ മനസ്സിലൊരു ചിന്തയുണ്ടാകണം, എനിക്ക് ഇഷ്ടമില്ലാത്ത പലതും കേൾക്കേണ്ടി വരും, എനിക്ക് ഇഷ്ടമില്ലാത്ത പല സ്വഭാവക്കാരെയും കാണേണ്ടി വരും. ആ സമയത്തെല്ലാം എൻ്റെ അഫു എന്ന, വിട്ടുവീഴ്ച എന്ന, മാപ്പാക്കുക എന്ന ഉയർന്ന ഗുണം നഷ്ടപ്പെടരുത്. അതിനെ കൂട്ടത്തിൽ കരുതിക്കൊണ്ടായിരിക്കണം ഓരോ ദിവസവും പുറത്തേക്ക് പോകേണ്ടത്. നമ്മുടെ ജീവിതത്തിൽ നാം കൊണ്ടു നടക്കേണ്ട ഗുണമാണ് അഫു ചെയ്യുക, മാപ്പ് ചെയ്യുക. ഒരു സഹാബി ചോദിച്ചു, നബിയെ, ഞാൻ എൻ്റെ ഖാദിമിനോട്, സേവകനോട്, ജോലിക്കാരനോട് ഒരു ദിവസം എത്ര പ്രാവശ്യം മാപ്പ് ചെയ്യും? സേവകനാണ്, തൻ്റെ ജോലിക്കാരനാണ്. ഞങ്ങളൊന്നും മറുപടി പറഞ്ഞില്ല. അദ്ദേഹം വീണ്ടും ചോദിച്ചു, നബി, എൻ്റെ ജോലിക്കാരനോട്, എൻ്റെ സേവകനോട് ഒരു ദിവസത്തിൽ എത്ര പ്രാവശ്യം മാപ്പ് ചെയ്യും?
തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു 70 പ്രാവശ്യം മാപ്പ് ചെയ്യും. ജോലിക്കാരനോട് ഒരു ദിവസം 70 പ്രാവശ്യം മാപ്പ് ചെയ്യണമെങ്കിൽ ബാക്കിയുള്ള പൊതു മുസ്ലിമീങ്ങളോട് എത്ര മാപ്പ് ചെയ്യണം, എത്ര വിട്ടുവീഴ്ച ചെയ്യണം? സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ സ്വഭാവം അതിൽ തങ്ങൾക്ക് വിട്ടുവീഴ്ച അത് ഏറ്റവും ഉന്നതമായ അവസ്ഥയിലായിരുന്നു. തങ്ങൾ മാപ്പ് ചെയ്തത് തങ്ങളെ അങ്ങേയറ്റം വേദനിപ്പിച്ചവർക്കാണ്, തങ്ങളെ അങ്ങേയറ്റം ഉപദ്രവിച്ചവർക്കാണ്. ഇന്ന് സ്വന്തം ഒരു ഗർഭത്തിൽ നിന്ന് പുറത്തു വന്ന 2 സഹോദരന്മാർക്ക് പോലും പരസ്പരം മാപ്പാക്കാൻ സാധിക്കുന്നില്ല. ഒരു ഉമ്മയുടെ ഗർഭത്തിൽ നിന്ന് വന്ന 2 മക്കളാണ്, 2 പേരും സഹോദരന്മാരാണ്. പക്ഷെ അങ്ങനത്തെ സഹോദരന്മാർക്ക് പോലും പരസ്പരം മാപ്പാക്കാൻ സാധിക്കുന്നില്ല. നിബിതങ്ങൾ മാപ്പാക്കുന്നത് നിബിതങ്ങളെ അങ്ങേയറ്റം വേദനിപ്പിച്ച, വെറുപ്പിച്ച, തങ്ങളെ കരയിപ്പിച്ച ശത്രുക്കൾക്കാണ്. ഹംസ റളിയല്ലാഹു തആല അൻഹു അദ്ദേഹത്തിന്റെ ഷഹാദത്ത് ചരിത്രത്തിൽ കാണാം. നിബിതങ്ങളെ അങ്ങേയറ്റം കരയിപ്പിച്ചു. അദ്ദേഹം ഷഹീദായി കിടക്കുന്ന അവസ്ഥ കണ്ടപ്പോൾ നിബിതങ്ങൾ അദ്ദേഹത്തിന്റെ മയ്യത്ത് നോക്കി നിന്ന് തങ്ങൾ കരയുകയുണ്ടായി. അദ്ദേഹത്തിന്റെ മയ്യത്ത് ആകെ വികൃതമാക്കി. അതുകൊണ്ടാണ് ഹംസ റളിയല്ലാഹു തആല സഹോദരി മയ്യത്ത് കാണാൻ വന്നപ്പോൾ നിബിതങ്ങൾ തടയാൻ പറഞ്ഞു. ഒരു സ്ത്രീക്ക് കണ്ടാൽ സഹിക്കാൻ പറ്റാത്ത അവസ്ഥയിൽ ശരീരം വികൃതമാക്കി. തങ്ങൾ ആ മയ്യത്ത് കണ്ടപ്പോൾ, ജനാസ കണ്ടപ്പോൾ തങ്ങൾ വിഷമം കാരണം തങ്ങൾ പറഞ്ഞു, ഞാൻ ഇതിന് പകരം 70 മുശ്രിക്കുകളെ ഞാൻ കൊല ചെയ്യുന്നതാണ്. അത്രയും ഞങ്ങൾ വേദനിപ്പിച്ചു. പക്ഷെ അല്ലാഹു തആല ആയത്തിറക്കി, താങ്കൾ മാപ്പ് ചെയ്യും, താങ്കൾ വിട്ടുവീഴ്ച ചെയ്യും. അല്ലാഹു തആലയുടെ ആയത്തിറങ്ങിയപ്പോൾ തങ്ങൾ പൂർണ്ണമായി മാപ്പ് ചെയ്തു കൊടുത്തു. തങ്ങളെ വേദനിപ്പിച്ചവർക്കാണ് തങ്ങൾ മാപ്പ് ചെയ്തു. ഒരു യഹൂദിയായ സ്ത്രീ തങ്ങൾക്ക് വിഷം നൽകി. എത്ര കടുത്ത വിഷമായിരുന്നു! തങ്ങളുടെ കൂടെ കഴിച്ച സഹാബി അപ്പോൾ തന്നെ മരിച്ചു. അത്രയും കടുത്ത വിഷമായിരുന്നു. തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ മരണസമയത്ത് തങ്ങൾ പറയുന്നുണ്ടായിരുന്നു, ആയിഷ, ആ യഹൂദിയായ സ്ത്രീ നൽകിയ വിഷം പുരട്ടിയ മാംസത്തിന്റെ ബുദ്ധിമുട്ട് ഞാൻ അനുഭവിക്കും. മരണം വരെ ഓരോ സീസൺ കാലാവസ്ഥ മാറുമ്പോൾ തങ്ങൾക്ക് അതിന്റെ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. മരണസമയത്ത് തങ്ങൾ അത് പറയുകയും ചെയ്തു. അങ്ങനത്തെ അത്രയും ശക്തമായ വിഷം നൽകിയ ഒരു യഹൂദിയായ സ്ത്രീകൾക്കും തങ്ങൾ മാപ്പ് ചെയ്തു. തങ്ങളുടെ വിട്ടുവീഴ്ചയാണ്. ഈ ഉമ്മത്തിലെ യഹൂദി, ഈ ഉമ്മത്തിലെ ഫിർഔൻ എന്ന് തങ്ങൾ പറഞ്ഞ ഫിർഔന ഹാദിഹിൽ ഉമ്മ എന്ന് തങ്ങൾ പറഞ്ഞ അബൂജഹലിന്റെ മകൻ ഇക്രിമ, മക്ക ഫതഹായ സമയത്ത് തങ്ങൾ പറഞ്ഞു, 4 പേരെ എവിടെ കണ്ടാലും കൊന്നുകളഞ്ഞേക്കും, വധിച്ചു കളഞ്ഞേക്കും. അത്രമാത്രം ഇസ്ലാമിനും മുസ്ലിമിനും ശത്രു ഉപദ്രവമായിരുന്നു. അതിൽപ്പെട്ട ഒരു വ്യക്തിയാണ് ഇക്രിമ, അബൂജഹലിന്റെ മകൻ ഇക്രിമ. പക്ഷെ അദ്ദേഹത്തിന്റെ ഭാര്യ മുസ്ലിമായിരുന്നു. ഭാര്യ പോയി, ഞാൻ നിങ്ങൾക്ക് അമ്നു വാങ്ങിച്ചു, നിർഭയം വാങ്ങിച്ചു, നിങ്ങൾ വരും, നിബിതങ്ങളൊക്കെ വരും, നിങ്ങൾക്ക് നിബിതങ്ങൾ മാപ്പ് ചെയ്യും, വരും എന്ന് പറഞ്ഞ് വിളിച്ചു കൊണ്ടുവന്നു. ഇക്രിമ വന്നപ്പോൾ ചില സഹാബാക്കൾ പറയുന്നുണ്ടായിരുന്നു, ദാ അബൂജഹലിന്റെ മകൻ വരുന്നു, അബൂജഹലിന്റെ മകൻ വരുന്നു. തങ്ങൾ പറഞ്ഞു, നിങ്ങൾ അങ്ങനെ പറയില്ലേ, മരിച്ചവരുടെ പേര് പറഞ്ഞ് ജീവിച്ചിരിക്കുന്നവരെ വിഷമിപ്പിക്കില്ലേ? തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലം നല്ല സന്തോഷത്തിൽ സ്വീകരിക്കുകയും അദ്ദേഹത്തെ ആദരിക്കുകയും അദ്ദേഹത്തെ ഉയർന്ന സ്ഥാനം നൽകുകയും ചെയ്തു. തങ്ങളെ വേദനിപ്പിച്ച ആളുകൾക്കാണ് തങ്ങൾ മാപ്പ് നൽകുന്നത്. സഫ്വാൻ ബിൻ ഉമയ്യ, ഉമൈർ ബിൻ വഹബ്, 2 പേർ ഹറമിൽ നിന്ന് സംസാരിക്കുകയാണ്. സഫ്വാൻ പറഞ്ഞു, ഉമൈറെ, ഉഹദിലും ബദറിലുമെല്ലാം മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം എൻ്റെ കുടുംബത്തിൽ പലരെയും കൊല ചെയ്തു. എനിക്ക് പ്രതികാരം വീട്ടണം. എൻ്റെ ഹൃദയം അത്രമാത്രം പ്രതികാരം ചിന്തയിലാണ്. ഉമൈർ പറഞ്ഞു, ഞാൻ തയ്യാറാകാം, പക്ഷേ എനിക്ക് കുറേ കടങ്ങളുണ്ട്, കുറേ ബാധ്യതകളുണ്ട്, അതെല്ലാം ഞാൻ ഏറ്റെടുക്കാം ഉമൈറെ. അങ്ങനെ സഫ്വാനും ഉമൈറും മക്കയിൽ ഹറമിൽ വെച്ച് സംസാരിച്ചു. ഉമൈർ റെഡിയായി തയ്യാറായി തങ്ങൾ സല്ലല്ലാഹു അലൈഹി വസല്ലമയിലേക്ക് വിഷം പുരട്ടിയ ആയുധമായി ഒളിച്ച് തങ്ങളുടെ അടുക്കലേക്ക് പുറപ്പെട്ടു. തങ്ങൾ കണ്ടപ്പോൾ ചോദിച്ചു, ഉമൈറെ, നീ എന്തിനാ വന്നത്? തങ്ങൾ കണ്ടപ്പോൾ തന്നെ മനസ്സിലായി, എന്തിനാ ഉമൈറെ നീ വന്നത്? ഇല്ല നബി, ഞാൻ തവാഫ് ചെയ്യാൻ വന്നതാണ്, പലതും പറഞ്ഞു. തങ്ങൾ ചോദിച്ചു, ഉമൈറെ, നീയും സഫ്വാനും ഇന്നലെ ഹറമിന്റെ ഇന്ന സ്ഥലത്തിരുന്ന് ഇങ്ങനെ സംസാരിച്ചില്ലേ? ഉമൈർ അത് കേട്ടപ്പോൾ അത്ഭുതപ്പെട്ടു. രഹസ്യമായി 2 പേർ മാത്രം പറഞ്ഞ സംസാരം ഇതെങ്ങനെ ഇദ്ദേഹം പറഞ്ഞു? ഉടൻ തന്നെ കെലിമ ചൊല്ലി മുസ്ലിമായി. അതുമാതിരി ചിന്തിച്ചു, കൊല്ലാൻ വന്ന വിഷം പുരട്ടിയ ആയുധമായി ഒളിച്ചു വന്ന മനുഷ്യന് മുന്നിലും തങ്ങൾ പുഞ്ചിരിക്കുന്ന മുഖത്തോടെ, നല്ല മയമായ പെരുമാറ്റത്തോടെ തങ്ങൾ സംസാരിക്കുകയാണ്. ഉയർന്ന ഗുണമാണിത് മുസ്ലിം നഷ്ടപ്പെട്ടു പോയത്. വിട്ടുവീഴ്ചയുടെ, മാപ്പ് ചെയ്യലിൻ്റെ ഈ ഉയർന്ന ഗുണം നാം ഉമ്മത്തിന് നഷ്ടപ്പെട്ടു പോയിരിക്കുകയാണ്. നിബിതങ്ങളിൽ മാത്രമല്ല, മുഴുവൻ സഹാബാക്കളും കാണാം. അവർ ഓരോരുത്തരും വിട്ടുവീഴ്ച ചെയ്യുന്നവരായിരുന്നു, മാപ്പ് ചെയ്യുന്നവരായിരുന്നു. ധാരാളം ചിത്രങ്ങൾ കാണാം.
അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിന്റെ മകൾ ആയിഷ റളിയല്ലാഹു തആലയെ കുറിച്ച് മുനാഫിഖുകൾ മോശത്തരങ്ങൾ പലതും പറഞ്ഞ് പരത്തി, മദീനയിൽ പരത്തി. അപ്പൊ ആ കൂട്ടത്തിൽ അറിയാതെ ചില സഹാബാക്കൾ ഉൾപ്പെട്ടു പോയി. മിസ്തഹ് എന്ന് പറയുന്ന അബൂബക്കർ റളിയല്ലാഹു തആലയുടെ കുടുംബത്തിൽപ്പെട്ട പാവപ്പെട്ട ഒരു സഹാബി, അദ്ദേഹമാണെങ്കിൽ ജീവിച്ചിരുന്നത് അബൂബക്കർ റളിയല്ലാഹു തആലയുടെ ചെവിയിലാണ്. അത്രയും പാവപ്പെട്ട സഹാബിയായിരുന്നു. അബൂബക്കർ റളിയല്ലാഹു തആല അറിഞ്ഞപ്പോൾ മിസ്തഹും ഇത് പറയുന്നു എങ്കിൽ ഇനി മുതൽ ഞാൻ മിസ്തഹിന് ഞാൻ ചെലവ് കൊടുക്കുകയില്ല. അല്ലാഹു തആല ആയത്തിറക്കി, നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്യുന്നില്ലേ, മാപ്പ് ചെയ്യുന്നില്ലേ? നിങ്ങൾ വിട്ടുവീഴ്ച ചെയ്താൽ മാപ്പ് ചെയ്താൽ അള്ളാഹു നിങ്ങൾക്ക് മാപ്പ് ചെയ്യും. അള്ളാഹുവിന്റെ അഫ്വ് നിങ്ങൾ ആഗ്രഹിക്കുന്നില്ലേ? അബൂബക്കർ റളിയല്ലാഹു തആല കേട്ടപ്പോൾ ഉടൻ തന്നെ തീർച്ചയായും അള്ളാഹു മാപ്പ് ചെയ്ത് ഇഷ്ടപ്പെടുന്നു എന്ന് പറയുകയും അദ്ദേഹത്തിന് വീണ്ടും ചെലവ് കൊടുക്കാൻ തയ്യാറാവുകയും ചെയ്തു. തങ്ങളെ വിഷമിപ്പിക്കുന്നവർ, തങ്ങളെ വേദനിപ്പിക്കുന്നവർ, അവർക്കാണ് മാപ്പ് ചെയ്തത്. അടുത്ത ഭാഗം അല്ലാഹു തആല പറഞ്ഞു, മാപ്പ് ചെയ്താൽ മാത്രം പോരാ, വഅഫു അൻഹും വസ്തഗ്ഫിർ ലഹും, ഒരു പടി കൂടുതൽ കൂടി ചെയ്യണം. അവർക്ക് വേണ്ടി നിങ്ങൾ ദുആ കൂടി ചെയ്യണം, അവർക്ക് വേണ്ടി പൊറുക്കലിനെ ചോദിക്കണം. ഫബിമാ റഹ്മത്തിൻ മിനല്ലാഹി ലിൻത ലഹും വലൗ കുൻത ഫളൻ ഗലീദൽ ഖൽബി ലൻഫളു മിൻ ഹൗലിക് ഫഅഫു അൻഹും വസ്തഗ്ഫിർ ലഹും. നിങ്ങൾ മാപ്പ് ചെയ്യണം, അത് മാത്രം പോരാ, ഒരു പടി കൂടുതൽ ചെയ്യണം. വസ്തഗ്ഫിർ ലഹും, അവർക്ക് വേണ്ടി ദുആ ചെയ്യണം. നമ്മളെ ഉപദ്രവിച്ചവർക്ക് വേണ്ടി ദുആ ചെയ്യണം. അല്ലാഹുവിന്റെ കൽപ്പനയാണ്. നബി തങ്ങൾക്ക് പല നിലയിലുള്ള ഉപദ്രവങ്ങൾ പല ഭാഗത്തുണ്ടായി. തങ്ങൾക്ക് 3 നിലയിൽ ശത്രുക്കൾ: ഒന്ന് യഹൂദികൾ, മുശ്രിക്കീങ്ങൾ, മുനാഫിക്കീങ്ങൾ. മുനാഫിക്കീങ്ങളുടെ ഭാഗത്ത് നിന്ന് തങ്ങൾക്ക് മാനസികമായ ഏറ്റവും വലിയ ബുദ്ധിമുട്ടുണ്ടായി. പ്രത്യേകിച്ച് അവരുടെ നേതാവ്, മുനാഫിക്കുകളുടെ നേതാവ് അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ തങ്ങളെ എല്ലാ സമയത്തും മാനസികമായി ഉപദ്രവിക്കുകയുണ്ടായി, കുത്തുവാക്കുകൾ കൊണ്ട്. ഒരു പ്രാവശ്യം തങ്ങൾ യാത്ര ചെയ്ത് പോകുമ്പോൾ ഒരു സംഘം നിൽക്കുന്നു. തങ്ങൾ അവരെ ദഅവത്ത് ചെയ്യാൻ വേണ്ടി പോയി. ആ സംഘത്തിൽ മുനാഫിക്കുകളുടെ നേതാവ് അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ഇബ്നു സലൂലുമുണ്ട്. തങ്ങൾ അങ്ങോട്ട് ചെന്നപ്പോൾ അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് ഇബ്നു സലൂൽ പറഞ്ഞു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, എനിക്ക് വീട്ടിലിരുന്ന പോരെ, എന്തിനാ ഞങ്ങളുടെ സദസ്സിൽ വന്ന് ഞങ്ങൾ ബുദ്ധിമുട്ടിക്കുന്നത്? പരസ്യമായി ജനങ്ങൾക്കിടയിൽ തങ്ങളെ ആക്ഷേപിക്കുക. തങ്ങൾ ഉഹദിലേക്ക് പോയപ്പോൾ ആ സംഘത്തിൽ നിന്നും 300 പേരെ പലതും പറഞ്ഞ് മടക്കിക്കൊണ്ടുവന്നു. മുനാഫിക്കുകളുടെ നേതാവ് അബൂ ഉബയ്യ് ഇബ്നു സലൂൽ വലിയൊരു സംഘത്തെ മടക്കിക്കൊണ്ടുവന്നു. ഇങ്ങനെ എല്ലാ സന്ദർഭത്തിലും ഒരു പ്രാവശ്യം തങ്ങൾ ഒരു കഴുതയുടെ പുറത്ത് യാത്ര ചെയ്ത് പോകുമ്പോൾ ഒരു സംഘത്തെ കണ്ടു. തങ്ങൾ അവിടെ ഇറങ്ങി അവരോട് അള്ളാഹുവിനെ പറ്റി പറയാൻ. അപ്പോൾ ഉടനെ അബ്ദുല്ലാഹ് ഇബ്നു ഉബയ്യ് സിൽ പറഞ്ഞു, മുഹമ്മദ് സല്ലല്ലാഹു അലൈഹി വസല്ലം, നീങ്ങി നിൽക്കും, നിന്റെ കഴുതയുടെ ദുർഗന്ധം ഞങ്ങളെ ബുദ്ധിമുട്ടിക്കുന്നു. പരസ്യമായിട്ട് ഇതെല്ലാം പറയുന്നത്, തങ്ങളെ ആക്ഷേപിക്കുന്ന കുത്തുവാക്ക്. ഇങ്ങനെ പല സന്ദർഭത്തിലും ഒരു യാത്രയിൽ സഹാബാക്കൾക്ക് അല്പം അഭിപ്രായ വ്യത്യാസമുണ്ടായി, മുഹാജിരികൾക്കും അൻസാരികൾക്കും ഇടയിൽ. അപ്പോൾ അവൻ പറഞ്ഞു, അൻസാരികളെ, മദീനക്കാരെ, നിങ്ങൾ എന്തിനാ ഈ മുഹാജിരികളെ തീറ്റിപ്പോറ്റുന്നത്? കണ്ടില്ലേ ഇപ്പൊ നിങ്ങളെ ഉപദ്രവിക്കുന്നത്. ഇങ്ങനെ മുസ്ലിമുകൾക്കിടയിൽ ഭിന്നതയും സഹാബത്തിനിടയിൽ ഭിന്നതയും, നബിതങ്ങളെ കുത്തുവാക്കൾ പറയും. അവസാനം നബിതങ്ങളെ കുടുംബത്തിന്റെ വിഷയത്തിൽ, ആയിഷ റളിയല്ലാഹു അൻഹയുടെ വിഷയത്തിൽ വളരെ മോശത്തരങ്ങൾ പറയും. നബിതങ്ങളുടെ കുടുംബത്തെയും വേദനിപ്പിക്കുകയും ചെയ്ത വ്യക്തിയാണ്. ആ മനുഷ്യന്റെ മരണസമയം ജീവിതം മുഴുവൻ ആകെ നബിതങ്ങളെ ബുദ്ധിമുട്ടിച്ചിട്ടേ ഉള്ളൂ. ഒരിക്കൽ പോലും നബിതങ്ങളുടെ നല്ല വാക്കുകൾ പറഞ്ഞിട്ടില്ല. അങ്ങനത്തെ ആ മനുഷ്യന് മരണമായി. തൻ്റെ മകൻ സഹാബിയാണ്, യഥാർത്ഥ മുസ്ലിമാണ്. അദ്ദേഹത്തോട് പറഞ്ഞു, നീ പോയി നബിയെ കാണും, എന്നിട്ട് പറയണം എൻ്റെ മയ്യിത്ത് നിസ്കരിക്കാൻ. മകൻ ഒന്ന് പറഞ്ഞു, നബിതങ്ങൾ തയ്യാറായി. മാത്രമല്ല നബിതങ്ങൾ ആ മനുഷ്യന്റെ കഫൻ പൊതിയാൻ വേണ്ടി നബിതങ്ങളുടെ ഖമീസ് ഊരി കൊടുത്തു. ചിന്തിച്ചിരുന്ന ഹൃദയത്തിന്റെ വിശാലത. ജീവിതം മുഴുവൻ തങ്ങൾ ഉപദ്രവിച്ചൊരു മനുഷ്യൻ, ആ മനുഷ്യന് വേണ്ടി തങ്ങളുടെ ഖമീസ് ഊരി കൊടുത്തു. അള്ളാഹു അങ്ങനെയെങ്കിലും ആ മനുഷ്യന് മാപ്പ് നൽകട്ടെ. മയ്യിത്ത് നമസ്കരിക്കണം എന്ന് പറഞ്ഞപ്പോൾ നബിതങ്ങൾ അതിന് തയ്യാറായി. ഉമർ റളിയല്ലാഹു തടയുകയും ചെയ്തു. ചിന്തിച്ചു നബിതങ്ങളുടെ ഹൃദയത്തിന്റെ വിശാലത. സഹോദരന്മാരെ, ഇന്ന് എവിടെയാണ് ഈ ഉമ്മത്ത്? നബിതങ്ങളെ വിശാലമായ ഈ അഫുവിന്റെ, വിട്ടുവീഴ്ചയുടെ ഈ സ്വഭാവം ഉമ്മത്തിൽ എവിടെയാണ്? പരസ്പരം കുടുംബങ്ങൾ മാപ്പ് ചെയ്യാൻ തയ്യാറില്ല, പരസ്പരം സഹോദരങ്ങൾ മാപ്പ് ചെയ്യാൻ തയ്യാറില്ല, പരസ്പരം ഭാര്യ ഭർത്താക്കൾ മാപ്പ് ചെയ്യാൻ തയ്യാറില്ല, പരസ്പരം വാപ്പയും മക്കളും മാപ്പ് ചെയ്യാൻ തയ്യാറില്ല. ഉമ്മത്ത് ഇങ്ങനെ ഛിന്ന ഭിന്നമായി കൊണ്ടിരിക്കുക. അതുകൊണ്ട് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഉന്നതമായ ഗുണങ്ങൾ ഇത് നമ്മുടെ ജീവിതത്തിൽ കൊണ്ട് നടക്കുമ്പോഴാണ് ജനങ്ങൾ നമ്മിലേക്ക് അടുക്കുന്നത്. ഇല്ലെങ്കിൽ ജനങ്ങൾ അകന്നു പോകും, ഇസ്ലാമിനെ തെറ്റിദ്ധരിക്കും. ഈ ഗുണങ്ങൾ നഷ്ടപ്പെട്ടു പോയാൽ അല്ലാഹു തആല കാര്യങ്ങൾ മനസ്സിലാക്കി അമൽ ചെയ്യാൻ തൗഫീഖ് ചെയ്യുമാറാകട്ടെ. വാ ആഖിറു ദുആ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.